മറ്റ് ചില വിവാദങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയിലും കരിമണൽ ഖനനത്തിലും സർക്കാർ പിന്നോട്ടു പോകുമെന്നുള്ളൊരു സൂചനയാണ്. ശക്തമായ എതിർപ്പുയർന്ന സാഹചര്യത്തിലാണ് പുനഃപരിശോധന. വിഷയത്തിൽ മന്ത്രിതല ഉപസമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. പദ്ധതിയിലെ ചില മാനദണ്ഡങ്ങളിൽ കേന്ദ്രത്തോട് ഇളവ് ആവശ്യപ്പെടുന്നതും ആലോചനയിൽ ഉണ്ട്. അതേസമയം തോട്ടപ്പള്ളി ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ കരിമണൽ ഖനനം നടത്താനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. കരിമണൽ ഖനന നീക്കം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രിയുടെ തുടർ നീക്കങ്ങളിലാണ് ആകാംക്ഷ. റഹീസ് റഷീദ് തുടരുകയാണ് നമുക്കൊപ്പം. റഹീസ്, ഇപ്പോൾ ഈ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഒരു നിലപാട്, ഇതാ ഭരണം കയ്യിൽ കിട്ടുമ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്നു. മുൻ ഇടതു സർക്കാരിൻ്റെ നിലപാട് സ്വീകരിച്ചോ അതേ നിലപാടുമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു VD സതീശനെ, ഒരു മുഖ്യമന്ത്രി, ഒരു UDF സർക്കാരിനെ കാണുകയാണ്. സ്വാഭാവികമായും വലിയ പ്രതിഷേധം ജനങ്ങളിൽ ഉയർന്നു വരികയും ചെയ്യും. അത് കണ്ടറിഞ്ഞുകൊണ്ട് ഒരു U-ടേൺ സർക്കാർ എന്ന ആദ്യ മാസങ്ങളിൽ തന്നെ ജനങ്ങൾ കൊണ്ട് പറയിപ്പിക്കാൻ ഇതുവരെ എന്താണെങ്കിലും UDF സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ UDF-ന്റെ ഒക്കെ ഒരു തീരുമാനം ഈ വിഷയങ്ങളിൽ? ഷിഹാസ്, അതാണ് പ്രധാനം. PM ശ്രീ വിഷയമെടുത്താലും കരിമണൽ ഖനന വിഷയമെടുത്താലും പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ എടുത്ത നിലപാടല്ല മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം എടുത്തത്. അന്നത്തെ സർക്കാരിന്റെ നിലപാടുകൾ തുടരാനുള്ള നീക്കം, അതായത് PM ശ്രീയിൽ ഒപ്പിട്ടതിനു ശേഷം പിന്നീട് അത് മരവിപ്പിച്ചെങ്കിൽ പോലും ആദ്യം ഒപ്പിട്ട സർക്കാരിന്റെ നീക്കത്തിലേക്ക്, ആ തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം നടക്കുന്നു. കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിലും സമാനമായ നീക്കങ്ങളാണ് നടക്കുന്നത്. പക്ഷേ PM ശ്രീയുടെ കാര്യത്തിൽ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ലാത്ത തരത്തിൽ ലീഗ് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ CPIM-നെതിരെ CPI പ്രത്യക്ഷമായി രംഗത്ത് വന്നെങ്കിൽ ലീഗ് ഇത്തവണ പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെയും VD സതീശനെയും അറിയിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു U-ടേൺ VD സതീശന്റെ ഭാഗത്തുനിന്ന് കണ്ടത്. മന്ത്രിസഭാ ഉപസമിതി ഇന്നലെ യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ചില കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉപസമിതി റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് PM ശ്രീ പദ്ധതി തുടരേണ്ടതില്ല എന്ന തരത്തിൽ വരാനാണ് സാധ്യത. അങ്ങനെ ആ അധ്യായം അടയാനാണ് സാധ്യത. കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ വലിയ പ്രക്ഷോഭത്തിലേക്ക് CPIM-ഉം CPI-യും വെവ്വേറെ തന്നെ കടക്കുകയാണ്. ആ പ്രക്ഷോഭത്തിലേക്ക് VM സുധീരനെയൊക്കെ ബിനോയ് വിശ്വം ക്ഷണിച്ചിട്ടുമുണ്ട്. VM സുധീരൻ സർക്കാരിനെതിരായ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും VD സതീശനോ കോൺഗ്രസിനോ കഴിയില്ല. അതുകൊണ്ട് അക്കാര്യത്തിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ശരി, റഹീസാണ് വിവരങ്ങൾ നൽകിയത്. വീര്യം കുറഞ്ഞ ഈ മദ്യത്തിന്റെ വിൽപ്പനയിൽ അതോടൊപ്പം തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ എന്നുള്ള സൂചനകളും ഇന്നലെ പുറത്തു വന്നിരുന്നു. മുന്നണിയിലും പാർട്ടിയിലുമൊക്കെ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറായത്. UDF തീരുമാനം എടുക്കുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം.